ബോളിവുഡ് ചിത്രം ഡാം 999 പ്രദർശനത്തിന് തയ്യാറെടുക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരു കൂട്ടം കലാകാരന്മാരാണ് ചിത്രത്തിന് പിന്നിൽ. ആശിഷ് വിദ്യാർത്ഥി, ജോഷ ഫെഡറിക്, രജത് കപൂർ, വിനയ് റായ്, വിമലരാമൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങളാകുന്നത്. മലയാളിയായ സോഹൻ റോയിയാണ് ഡാം 999 സംവിധാനം ചെയ്യുന്നത്. അടുത്ത മാസം ആദ്യം ചിത്രം തിയേറ്ററുകളിലെത്തും. ഡാം 999ന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ സോഹൻ റോയി ഈ റിപ്പോർട്ടറൊപ്പം. വരാൻ പോകുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഡാമുകളിൽ നിന്നാണ്. നമ്മൾക്ക് കേരളീയർക്ക് അത് മുല്ലപ്പെരിയാർ ഡാമാണ്. ആൻഡ് ഈ കഥ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ പശ്ചാത്തലമാക്കിയാണ്. ചൈനയിൽ 1975 നടന്ന ബാങ്കിയോ ഡാം ദുരന്തവും മുല്ലപ്പെരിയാർ ഡാമും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. രണ്ടും ഒരേ കപ്പാസിറ്റിയിലുള്ള ഡാമുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മുല്ലപ്പെരിയാറിനെ പശ്ചാത്തലമാക്കി ഇത് ചെയ്യുമ്പോൾ ഇതുവരെ നാം കാണാത്ത ആ ഒരു അനിവാര്യമായ ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചയായിരിക്കും ഈ ചിത്രം. This time won't take anyone's permission to collapse. It is a bad omen. Disaster. കേരളത്തിൽ നിന്ന് പട്ടണ റഷീദ് മേക്കപ്പിനുണ്ട്, SB സതീഷ് കോസ്റ്റ്യൂമിനുണ്ട്, ഔസേപ്പച്ചൻ മാഷ് മ്യൂസിക് ചെയ്യുന്നു, ഷജിത് കോയേരി സൗണ്ട് ഡിസൈൻ ചെയ്യുന്നു, സിംഗേഴ്സിൻ്റെ കൂട്ടത്തിൽ ചിത്രയുണ്ട്, ജയചന്ദ്രനുണ്ട്. അങ്ങനെ ഒരു നീണ്ട മലയാളി നിര തന്നെ നാഷണൽ അവാർഡ് വിന്നേഴ്സ് ഒരുപാട് പേര് നിരന്നിട്ടുണ്ട്. ഏറ്റവും കഴിവുള്ള ആർട്ടിസ്റ്റ് അല്ല, അതൊരു കൊമേഴ്സ്യൽ വാല്യൂ നോക്കിയല്ല ഞങ്ങളിതിൻ്റെ പുറകെ പോയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആശിഷ് വിദ്യാർത്ഥിയും രജത് കപൂർ നാഷണൽ അവാർഡ് വിന്നേഴ്സാണ്. തിലകൻ ചേട്ടനായിരുന്നു ആദ്യം രജത് കപൂർ ഇതിൽ ചെയ്യേണ്ട കഥാപാത്രം ചെയ്യാനിരുന്നത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നപ്പോൾ അവസാന നിമിഷമാണ് രജത് കപൂർ ആ കഥാപാത്രം ചെയ്യാൻ തയ്യാറായത്. അത് അദ്ദേഹത്തിന് വേണ്ടി ആ കഥാപാത്രം ഞങ്ങൾക്ക് ഒത്തിരി മാറ്റി എഴുതേണ്ടി വന്നു. എങ്കിലും വളരെ മനോഹരമായിട്ട് രജത് കപൂർ അത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഇത് സിംഗ് സൗണ്ട് മൂവി ആയതുകൊണ്ട് അവരുടെ ആ ശരിക്കും റിയലിസ്റ്റിക് ഫീൽഡിൽ, കാര്യം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഇപ്പോഴും ആ ഡബ്ബിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി സിംഗ് സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സെറ്റിൽ വെച്ചിട്ട് അവർ അഭിനയിക്കുന്ന സമയത്ത് അവരുടെ റിയൽ ഫീലോടുകൂടി ഓൺ ദ സ്പോട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ഫീല് ഇതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. It's my fate. No, our fate. കാര്യം ലോകത്തിൽ ഏതാണ്ട് 2020 ആകുമ്പോഴേക്കും 47,000 ഡാമുകൾ മുല്ലപ്പെരിയാറിനെ പോലെ കാലപ്പഴക്കം ചെന്ന് ദുരന്തം വാരി വിതറാവുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഡാമുകളുണ്ട്. അപ്പോൾ എല്ലാ രാജ്യത്തും ഈ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് ഇൻ്റർനാഷണൽ ലെവലിലെത്തണം. കാര്യം ഇതിന് നിർമ്മിക്കാനുള്ള എഫേർട്ട് ഏത് ഭാഷയിൽ ചെയ്താലും എഫേർട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. Never let friendship drown in its depth.